ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളുകൾ ചൂസ് ചെയ്യും. അതിനെ പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്ന കാര്യം തന്നെ നമ്മൾ ഇന്നും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് RBI റിപ്പോ റേറ്റുകൾ കുറച്ചിരിക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് RBI റിലേറ്റഡ് ആയിട്ടുള്ള ഈ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ മൊണറ്ററി പോളിസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ആർട്ടിക്കിളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ 2024 വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് റിപ്പോ റേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഫിക്സഡ് മൊണറ്ററി പോളിസി ആയിരുന്നു അവർ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. കാരണം ഇൻഫ്ലേഷൻസ് കൂടുതലായിരുന്നു. എന്തുകൊണ്ടാണ്? COVID-19 കാരണം ഇൻഫ്ലേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. സോ ആ സമയത്ത് ഒരു ഫിക്സഡ് റേറ്റ് ആണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഒരു 25 ബേസിസ് പോയിന്റ് ആണെങ്കിലും 50 ബേസിസ് പോയിന്റ് ആയിട്ടാണെങ്കിലും കുറച്ച് കൊണ്ടുവരുന്നത്. സോ ഈ മാസവും അവർ 50 ബേസിസ് പോയിന്റ് റിപ്പോ റേറ്റിൽ ഇൻട്രസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സോ അതെങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെയാണ് നമ്മൾ പോകും. നമുക്ക് എന്താണ് RBI എന്ന് ആദ്യം നോക്കാം. ഈ മൊണറ്ററി പോളിസി ചേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് ആർക്കാണ് അധികാരം നൽകിയത്? രണ്ട് വേർഡുകളാണ്. ഒന്ന് മൊണറ്ററി ആൻഡ് ദെൻ പോളിസി. മൊണറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ടത്, നാണ്യം, മനസ്സിലായോ? നാണ്യ വ്യവസ്ഥ, മനസ്സിലായോ? അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസിനെയാണ് മൊണറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള അധികാരം റിസർവ് ബാങ്കിനാണ്. കാരണം റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, ബാങ്കേഴ്സ് ബാങ്ക്. ദെൻ റിസർവ് ബാങ്ക് ആണ് നമ്മളുടെ മൊണറ്ററി അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് +1 +2 പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻ. മൊണറ്ററി അതോറിറ്റി ആണ്, ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ക്യാഷ് അച്ചടിക്കാനായിട്ടുള്ള അധികാരമുണ്ട്, പിന്നെ അവരെന്തെങ്കിലും കസ്റ്റോഡിയൻസ് ആയിട്ട് ആക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മൊണറ്ററി അതോറിറ്റിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള വാക്കാരാണ്? റിസർവ് ബാങ്ക് ആണ്. മനസ്സിലായോ? സോ റിസർവ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? റിസർവ് ബാങ്ക് രാജ്യത്തിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണോ റിസർവ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്? റിസർവ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് രാജ്യത്തിനെ ഗ്രോത്ത് ചെയ്യുക അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. സോ റിസർവ് ബാങ്കിന്റെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്യമാണ് ദ പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. എന്നതിന് ശേഷം മാത്രമാണ് ഈ ഗ്രോത്ത് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് വരുന്നത്. സോ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഇൻഫ്ലേഷൻ കൂടാതെയും ഇൻഫ്ലേഷൻ അധികം വരാതെയും ഇൻഫ്ലേഷൻ ഏറ്റവും കുറഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉത്തരവാദിത്തമാണ് ഈ മൊണറ്ററി പോളിസിയിലൂടെ, അതായത് ഈ റിപ്പോ റേറ്റുകൾ കൂട്ടുന്നതിലൂടെ, റിപ്പോ റേറ്റ് കുറയ്ക്കുന്നതിലൂടെ, അങ്ങനെയൊക്കെ നമ്മളുടെ റിസർവ് ബാങ്കുകൾ ചെയ്യുന്നത്. മനസ്സിലായോ? സോ അവിടുത്തെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൈസ് സ്റ്റെബിലിറ്റി. അതിനുശേഷം മാത്രമാണ് എക്കോണമിക് ഗ്രോത്ത് വരുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? സോ മൊണറ്ററി പോളിസി കമ്മിറ്റി, ഈ റിപ്പോ റേറ്റുകൾ കൂടുന്നു കുറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ പത്രക്കട്ടിങ്ങൾ കണ്ടല്ലോ. ആരാണ് ഇത് നിർവഹിക്കുന്നത്? ആരാണ് ഈ മൊണറ്ററി പോളിസി കൂട്ടാനായിട്ടും, അതായത് റിപ്പോ റേറ്റ് കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നത്? അത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിലെ ഏത് കമ്മിറ്റിയാണ്? മൊണറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക കമ്മിറ്റി നമുക്കുണ്ട്. ഓക്കെ, ആ കമ്മിറ്റിയുടെ കീഴിലാണ്, ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് റിപ്പോ റേറ്റുകളുടെ കൂടുതൽ കുറയ്ക്കല്, പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് റേറ്റ്. റിപ്പോ റേറ്റ് മാത്രമല്ല, ഇൻട്രസ്റ്റ് റേറ്റ്. അതിൽ ഡിഫറൻറ്റ് റേറ്റുകളുണ്ട്. ഇപ്പോൾ റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്, ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെ ഡിഫറെന്റ് റേഷ്യോസ് ഉണ്ട്. അതെല്ലാം കൂട്ടണമോ കുറയണമോ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിയന്ത്രിക്കണമോ, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം മൊണറ്ററി ഓപ്പറേഷൻസ് ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനുകൾ ഉണ്ട്, ഇതെല്ലാത്തിനെയും കുറിച്ചുള്ള പോളിസീസ് എടുക്കുന്നത് ആരാണ്? മൊണറ്ററി പോളിസി കമ്മിറ്റിയാണ്. സോ എക്കോണമിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, UPSC പെർസ്പെക്റ്റീവിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ മൊണറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ മൊണറ്ററി പോളിസി എങ്ങനെയാണ്? മൊണറ്ററി പോളിസി എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മൊണറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ഗവർണർ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മൊണറ്ററി പോളിസി കമ്മിറ്റി. 6 മെമ്പർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിട്ടുണ്ട്.
അപ്പോ മനസ്സിലാക്കുക, 6 മെമ്പർ അടങ്ങുന്ന കമ്മിറ്റിയാണ്. ചെയർമാൻ ആരാണ്? RBI ഗവർണറാണ്. ഇതില് 3 പേരെ RBI സജസ്റ്റ് ചെയ്യും. 3 പേരെ RBI സജസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള 3 പേരെ സെൻട്രൽ ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യും. മനസ്സിലായോ? 6 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ 3 പേരെ ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യും. 3 പേരെ ആര് സജസ്റ്റ് ചെയ്യും? RBI സജസ്റ്റ് ചെയ്യും. RBIയുടെ ഗവർണർ ആയിരിക്കും എക്സ് ഒഫീഷ്യോ ചെയർമാൻ. മനസ്സിലായോ? ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് RBIയുടെ ഗവർണർ ആയിരിക്കും. ഇവരുടെ കാലാവധി എത്ര വർഷമായിരിക്കും? ഇവരുടെ കാലാവധി 4 വർഷമായിരിക്കും. പിന്നീട് റീ അപ്പോയിന്റ്മെന്റ് ഇവർക്ക് സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതൊരു 6 മെമ്പർമാർ കൂടിയിരിക്കും. ഇന്നത്തെ ഫസ്റ്റ് പേജിൽ കാണാം 5:1 റേഷ്യോയിലാണ് ഇത് കുറച്ചത്. സോ 6 പേരുണ്ട്. ഇത് റിപ്പോ റേറ്റ് കുറയ്ക്കാനായിട്ട് 5 പേര് സമ്മതിച്ചു, ഒരാൾ സമ്മതിച്ചില്ല. സോ 5:1 എന്നുള്ള രീതിയിലാണ് നമ്മളുടെ റിപ്പോ റേറ്റ് കുറച്ചത്. മനസ്സിലായോ? അപ്പോൾ 6 മെമ്പേഴ്സ് ഉള്ള കമ്മിറ്റിയാണ്. അതിൽ 3 പേരെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്യും, സജസ്റ്റ് ചെയ്യും. 3 പേരെ RBI സജസ്റ്റ് ചെയ്യും. ഇവരുടെ കാലാവധി 4 വർഷമാണ്. 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവരെ തന്നെ എടുക്കില്ല. മനസ്സിലായോ? വേറെ ആളുകൾ വരണം. സോ റീ അപ്പോയിന്റ്മെന്റ് സാധ്യമല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ദെൻ എന്താണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ഫങ്ഷൻസ് എന്താണ്? സോ ഇൻഫ്ലേഷൻസ്, ഒന്നാമത്തെ കാര്യം മോണിറ്ററി പോളിസിയുടെ ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക. അതായത് നമ്മൾ ഇന്നത്തെ പത്രത്തിൽ കണ്ട പോലെ റേറ്റുകൾ ഫിക്സ് ചെയ്യുക, റേറ്റുകൾ കൂട്ടുക, റേറ്റുകൾ കുറയ്ക്കുക. ഇതെല്ലാമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക. എന്താണ് ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും എത്രത്തോളം ഇൻഫ്ലേഷൻ വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. അതായത് നമ്മളുടെ മാക്സിമം ഇൻഫ്ലേഷൻ എത്രത്തോളം പോകാം അല്ലെങ്കിൽ എത്രത്തോളം താഴാം. സോ അങ്ങനെ ഒരു കണക്ക് ഇന്ത്യക്കും ലോക രാജ്യങ്ങൾക്കും ഒക്കെ ഉണ്ട്. സോ ഇന്ത്യയുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എത്രയാണ്? 4 + or -2 ആണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് 4% ഒരു 2% കൂടി കൂടാം. അതായത് 6 വരെ പോകാം, അല്ലെങ്കിൽ മാക്സിമം എത്ര വരെ കുറയാം? 2 വരെ കുറയാം. മനസ്സിലായോ? അപ്പോൾ 2 മുതൽ 6 വരെയുള്ളൊരു കൊറിഡോറിനുള്ളിൽ നമ്മളുടെ ഇൻഫ്ലേഷൻ നിന്നോളണം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതറിയാത്ത ചിലരുണ്ടാവാം ചിലപ്പോൾ. അപ്പൊ ഞാൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങളിപ്പോ 1 കിലോ അരി വാങ്ങിച്ചു. ഇന്ന് 1 കിലോ അരിയുടെ വില 40 രൂപയായിരുന്നു. നാളെ 1 കിലോ അരിയുടെ വില അല്ലെങ്കിൽ മറ്റന്നാൾ 1 കിലോ അരിയുടെ വില എന്ന് പറയുന്നത് 45 രൂപയാകാം, 50 രൂപയാകാം. അപ്പോൾ ക്വാണ്ടിറ്റി മാറുന്നില്ല, പക്ഷേ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ചിലപ്പോ ഗവൺമെന്റ് പോളിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു COVID-19 പോലെയുള്ള മഹാമാരികൾ വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ബൂമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതായിരിക്കാം ഈ ഇൻഫ്ലേഷനുള്ള കാരണം. മാക്സിമം എവറിത്തിങ് വിൽ അഫക്ട് ദ ഇൻഫ്ലേഷൻ. സോ ഇങ്ങനെ വരുമ്പോൾ എത്ര വരെ ഇൻക്രീസ് ചെയ്യിക്കാമെന്നാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി പറയുന്നത്? ടാർഗറ്റഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? മാക്സിമം 6% വരെ. അതായത് 4 + 2. 4 ആണ് നമ്മളുടെ ഒരു ബെഞ്ച് മാർക്ക്. അതിലൊരു 2 അഡീഷണൽ ആയിട്ട് 2% വരെ കൂടാം. എത്ര വരെ താഴാം? ഈ ഇൻഫ്ലേഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ നല്ലതാണോ ചീത്തയാണോ? ഇൻഫ്ലേഷൻ ഇല്ല. അതായത് ഇന്ന് നമ്മൾ അരി വാങ്ങിച്ചു 40 രൂപയ്ക്ക്. ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 40 രൂപയ്ക്ക് അരി കിട്ടുകയാണ്. അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. എന്നാൽ നല്ലതല്ല. കാരണം അരി വിൽക്കുന്നവനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അതായത് സപ്ലയറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ ഇന്നും 40 രൂപയ്ക്കാണ് അരി വിറ്റത്. ഇനി 10 വർഷം കഴിയുമ്പോഴും 40 രൂപയ്ക്ക് തന്നെ അരി വിൽക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? പുള്ളിക്ക് പ്രോഫിറ്റ് ഇല്ല. അതായത് സപ്ലയേഴ്സിന് പ്രോഫിറ്റ് ലഭിക്കുന്നില്ല. അപ്പോ എന്താ സംഭവിക്കുന്നത്? പ്രോഫിറ്റ് കിട്ടാത്ത ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആരെങ്കിലും മുതിരുമോ? മനസ്സിലായോ? പ്രോഫിറ്റ് കിട്ടാത്ത ഒരു ബിസിനസ്, അതായത് ഇന്നും ഇതേ പ്രോഫിറ്റ്, നാളെയും ഇതേ പ്രോഫിറ്റ് തന്നെ. അതായത് നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ 50,000 രൂപയ്ക്കായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളോട് 50,000 രൂപയ്ക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യോ? ഇല്ല. അതേപോലെ നമ്മളുടെ സപ്ലയേഴ്സും സപ്ലൈ ചെയ്യില്ല. മനസ്സിലായോ? സോ കുറച്ച് ഇൻഫ്ലേഷൻ നമ്മളുടെ എക്കോണമിയിൽ വേണം. ഒരു 2%, 3% ഇൻഫ്ലേഷൻ ഒക്കെ നമ്മളുടെ എക്കോണമിയിൽ വേണം. പക്ഷേ ഇൻഫ്ലേഷൻ അധികമായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. മനസ്സിലായോ? ഒരു 6-7% ഇൻഫ്ലേഷൻ ആണെന്നൊന്ന് എങ്കിലും ഒന്ന് വിചാരിച്ചു നോക്കി. അതായത് ഒരു വർഷം നിങ്ങൾ വാങ്ങിക്കുന്നതിന്റെ, അതായത് 100 രൂപയ്ക്ക് നിങ്ങൾ അരി വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 6% ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിച്ചു. അടുത്ത വർഷം നിങ്ങൾക്ക് 106 രൂപയാകും.
മനസ്സിലായോ? 6% ഇൻഫ്ലേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ അതും എക്കോണമിക്ക് നല്ലതല്ല. മനസ്സിലായോ? സോ ഈ രണ്ട് കാര്യങ്ങളും നല്ലതല്ല. സോ ഒരു ടാർജറ്റഡ് ഇൻഫ്ലേഷൻ പ്ലാൻ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്ക് ഡിഫറെന്റ് വർഷങ്ങളിൽ ഡിഫറെന്റ് ടാർജറ്റഡ് ഇൻഫ്ലേഷൻ പ്ലാൻ ഉണ്ട്. സോ 2026 വരെ നമ്മളുടെ ഒരു ടാർജറ്റഡ് ഇൻഫ്ലേഷൻ എത്രയാണ്? 4+2. ഇതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ എക്കോണമിക് അനലൈസ് ചെയ്യുക, അതിന്റെ ഫോർകാസ്റ്റ് ചെയ്യുക, അതായത് ഇനി എങ്ങനെ സംഭവിക്കും, COVID-19 വന്നു, അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് ഒരു ട്രെൻഡ് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിൽ കണ്ടത് എന്താണ്? റിപ്പോ റേറ്റ്സ്, പോളിസീസ്, മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്യുക. ദെൻ ടാർജറ്റിംഗ് ദ ഇൻഫ്ലേഷൻ, നമ്മളുടെ ഇപ്പോഴത്തെ ടാർജറ്റ് എത്രയാണ്? 4+2. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ടാർജറ്റ്. ഓക്കെ, സോ ദെൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യങ്ങളാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോകാം. സോ എന്താണ് ഈ റിപ്പോ റേറ്റുകൾ? മോണിറ്ററി പോളിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മോണിറ്ററി പോളിസി കമ്മിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, മോണിറ്ററി പോളിസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. സോ എന്താണ് ഈ മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, അതായത് മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്? റിപ്പോ റേറ്റ്സുകളുണ്ട്, ക്യാഷ് റിസർവുകളുണ്ട്. അതായത് നമ്മളുടെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളുടെ എക്കോണമിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചില ടൂൾസുകളെയാണ് മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ റിപ്പോ റേറ്റുകളാകാം, റിവേഴ്സ് റിപ്പോ റേറ്റുകളാകാം. ആ റേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതിന് ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു, ഈ ഇൻസ്ട്രുമെന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ്, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ത്? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. മനസ്സിലായോ? ആ ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബോഡി ഏതാണ്? RBI ആണ്. RBIയുടെ കീഴിൽ ആരാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് അതിനെ സഹായിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം പോകേണ്ടത് റിപ്പോ റേറ്റിനെ കുറിച്ചിട്ടാണ്. സോ റിപ്പോ റേറ്റിനെ കുറിച്ച് ഞാൻ പറയാം. എന്താണ് റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ REPO, റീപർച്ചേസ് എഗ്രിമെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. റീപർച്ചേസ് എഗ്രിമെന്റ്, റിപ്പോ ട്രാൻസാക്ഷൻസ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി ബാങ്കുകൾ നമ്മളുടെ RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെ, അതായത് എന്തെങ്കിലും ഒരു കൊളാട്രൽ വെച്ചിട്ട് ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീപർച്ചേസ് എഗ്രിമെന്റ്. മനസ്സിലായോ? സോ ബാങ്കിങ്ങിന് ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം വരികയാണ്, അല്ലെങ്കിൽ ബാങ്കിന് പെട്ടെന്ന് ഒരു ക്യാഷ് റിക്വയർമെന്റ് വരികയാണ്. അതായത് എനിക്ക് ഇപ്പോൾ ഒരു ക്യാഷ് റിക്വയർമെന്റ് വന്നു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടിപ്പോയി നമ്മളുടെ അടുത്തുള്ള ബാങ്കിലേക്ക് പോകും. ഏത് ബാങ്കാണ്? SBI ബാങ്കിലേക്ക് പോകും. അപ്പൊ അവർ ചോദിക്കും, കൊളാട്രൽ ഒന്നും എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? അപ്പൊ ഞാൻ പറയും, വീടിന്റെ ആധാരം ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ട്, അത് ഞാൻ വെച്ചിട്ട് എനിക്ക് പൈസ തരും. മനസ്സിലായോ? അതുപോലെ ബാങ്ക് ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോൾ, പെട്ടെന്നുള്ളൊരു ഡെയിലി ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് ഒരു കൊളാട്രൽ യൂസ് ചെയ്തിട്ട് RBIയിൽ നിന്ന് പണം കടമെടുക്കുന്നതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്, റിപ്പോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീപർച്ചേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ റീപർച്ചേസ് എഗ്രിമെന്റിന് RBI ചുമത്തുന്ന ചാർജാണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ RBIയുടെ കയ്യിൽ നിന്ന് ബാങ്കുകൾ കടമെടുക്കുന്നതിനെയാണ് റിപ്പോ റേറ്റ്. സിംപിളി അത്രയും മനസ്സിലാക്കുക റിപ്പോ റേറ്റ് എന്താണെന്നുള്ളത്. RBIയുടെ കയ്യിൽ നിന്ന് കടമെടുക്കുന്നതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. റിവേഴ്സ് ആക്ച്വലി അത് ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സിൽ ഒരു സിംഗിൾ ഇതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പർച്ചേസ് ചെയ്തോളാം, അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെന്റിനെയാണ് റിപ്പോ എന്ന് പറയുന്നത്, അതായത് റീപർച്ചേസ് എഗ്രിമെന്റ്. ഞാനിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലഘട്ടത്തിൽ അത് റീപർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ, സോ റിപ്പോയും റിവേഴ്സ് റിപ്പോയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സെയിം ആണ്, അതായത് നേരെ തിരിച്ചാണ്. പക്ഷേ എക്കോണമിയിൽ അത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്.
മനസ്സിലായോ? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പഠിച്ചു? ബാങ്കുകൾ RBIയിൽ നിന്ന് കടമെടുക്കുന്നതാണെന്ന് മനസ്സിലാക്കി. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് എക്സസ് ഉള്ള ലിക്വിഡിറ്റി എമൗണ്ട്, അതായത് ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ഉള്ള മണി എന്ത് ചെയ്യുന്നു? നമ്മളുടെ RBIയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. മനസ്സിലായോ? റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ലിക്വിഡിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സസ് ലിക്വിഡിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളാട്രൽ ഇങ്ങോട്ട് കൊടുക്കും. കൊളാട്രൽ RBI നമ്മളുടെ ബാങ്കുകൾക്ക് കൊടുത്തിട്ട് അവരുടെ പൈസ അവിടെ വാങ്ങിച്ചു വെക്കും. മനസ്സിലായോ? പൈസ അവിടെ വാങ്ങിച്ചു വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. സോ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോയും റിവേഴ്സ് റിപ്പോയും റേറ്റുകളാണല്ലോ. ആ റേറ്റുകളിൽ ഏതായിരിക്കും കൂടുതൽ? റിവേഴ്സ് റിപ്പോ ആയിരിക്കോ റിപ്പോ റേറ്റ് ആയിരിക്കോ കൂടുതൽ? ഡെഫിനറ്റ്ലി റിപ്പോ റേറ്റ് ആയിരിക്കും. എന്താണ് കാരണം? RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഒരു ബാങ്കാണ്. മനസ്സിലായോ? ലോൺ കൊടുക്കുന്നതിനായിരിക്കോ അവർ ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നതിനായിരിക്കോ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ചുമത്തുക? സിംപ്ലി ലോൺ കൊടുക്കുന്നതിനായിരിക്കും. അപ്പോൾ റിപ്പോ റേറ്റ് ആയിരിക്കും കൂടുതൽ. മനസ്സിലായോ? നമ്മളൊരു ബാങ്കിൽ ചെന്നിട്ട് 10% ലോൺ, 10% ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ലോണിന്. നമ്മൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയായിരിക്കും നമ്മളുടെ ലോൺ, നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ്? നമ്മളൊരു 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ നമുക്കൊരു 6% ഡെപ്പോസിറ്റ് റേറ്റ് കിട്ടും. മനസ്സിലായോ? ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 6% തരും. പക്ഷേ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 9% ആവും. സോ പെർട്ടിക്കുലർലി RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് തന്നെയാണ്. നമ്മളെ പിഴിയാനായിട്ട് ഇരിക്കുന്നവരാണ്. പിഴിയാൻ ഇൻ ദ സെൻസ്, ഞാനൊരു ലിറ്ററൽ സെൻസിലല്ല പറഞ്ഞത്, നമ്മൾ പിഴിയാനായിട്ട് ഇരിക്കുന്നവരാണ്. എന്താണ്? ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കും. സോ റിപ്പോ റേറ്റ് ഒരു ലോൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ആരെടുക്കുന്നത്? ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെപ്പോസിറ്റ് ആണ്. എക്സസ് മണി വന്നു കഴിയുമ്പോൾ ആ മണി എല്ലാം കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് RBIയുടെ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ ഇതിനെല്ലാം ഒരു കൊളാട്രൽ യൂസ് ചെയ്യും. റിപ്പോയ്ക്കും റിവേഴ്സ് റിപ്പോയ്ക്കും ഒരു കൊളാട്രൽ യൂസ് ചെയ്യും. കൊളാട്രൽ ഇല്ലാണ്ട് ബാങ്ക് കടം തരില്ലല്ലോ. ആ കൊളാട്രൽ എന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദ ടൈം ദാറ്റ് കൊളാട്രൽ വിൽ ബി ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഗവൺമെന്റ് ബോണ്ടുകളെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗവൺമെന്റ് ഇത്ര പൈസ അവർക്ക് കിട്ടാൻ വേണ്ടി ഇഷ്യൂ ചെയ്ത ഗവൺമെന്റ് ബോണ്ടുകളെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിരിക്കും അവരുടെ കൊളാട്രൽ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് റിപ്പോയും റിവേഴ്സ് റിപ്പോയും. അങ്ങനെയെങ്കിൽ എന്റെ രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, നമ്മളത് കണ്ടുപിടിച്ചു. റിപ്പോ റേറ്റിനായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ളത്. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ റിപ്പോ റേറ്റ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചേ. ഇന്നലെ നമ്മളുടെ RBI റിപ്പോ റേറ്റ് കുറച്ചു. റിപ്പോ റേറ്റ് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് എക്കോണമിയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്? മനസ്സിലായോ? എക്കോണമിയിൽ അത് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാവും? എക്കോണമിയിൽ, അതായത് RBI റിപ്പോ റേറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻഡിവിജ്വൽ എക്സാമ്പിൾ എടുക്കാം. ഞാൻ SBIയിൽ പോയപ്പോൾ SBIക്കാർ പറയാണ് ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. കഴിഞ്ഞ പ്രാവശ്യം 10% നിങ്ങൾ ലോൺ എടുക്കാൻ വരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അത് ഞങ്ങൾ 6% അല്ലെങ്കിൽ 7% കുറച്ചു. അപ്പൊ 10-ൽ നിന്ന് 7 കുറച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കൂടുതൽ ലോൺ എടുക്കും. മനസ്സിലായോ? RBIയുടെ ഇപ്പോൾ SBI ബാങ്കിലാണെങ്കിൽ SBIയുടെ കയ്യിൽ നിന്ന് ഞാൻ കൂടുതൽ ലോൺ എടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ കയ്യിൽ കൂടുതൽ പണം കിട്ടും. അതൊന്ന് ബാങ്കിന്റെ ലെവലിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. RBI റിപ്പോ റേറ്റ് കുറച്ചു. റിപ്പോ റേറ്റ് കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ബാങ്കുകൾ കൂടുതൽ എമൗണ്ട് ലോൺ എടുക്കാനായിട്ട് ശ്രമിച്ചു. ബാങ്കുകൾ കൂടുതൽ എമൗണ്ട് വാങ്ങിക്കും. കാരണം കുറഞ്ഞ പൈസയ്ക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് കിട്ടുകയാണ്. സോ ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ പണം കിട്ടും. ആ പണം എന്ത് ചെയ്യും? ബാങ്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുമോ? ഇല്ല. ബാങ്ക് അത് ആവശ്യക്കാരിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ട് എത്തിക്കും. കാരണം ബാങ്കിൽ നിലനിൽക്കണമല്ലോ. ബാങ്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ട് സാധാരണക്കാരിലേക്ക് ഈ ഫണ്ട് എത്തിക്കും. അപ്പോൾ ലിറ്ററലി എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ എക്കോണമിയിലേക്ക് കൂടുതൽ പൈസ എത്തുകയാണ്. മനസ്സിലായോ? കൂടുതൽ പൈസ നമ്മളുടെ എക്കോണമിയിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പോൾ റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എക്കോണമിയിലേക്ക് കൂടുതൽ പൈസ എത്തും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ബാങ്കുകൾ കൂടുതൽ എമൗണ്ട് ലോൺ ആയിട്ട് എടുക്കും.
RBIയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ബാങ്കുകൾ കൂടുതൽ പണം ലിക്വിഡിറ്റി ആയിട്ട് ഓഫർ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ആ സമയത്ത് കൂടുതൽ പൈസ നമ്മുടെ എക്കോണമിയിലേക്ക് എത്തും. എങ്കിലും ഞാൻ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്ന സാധനം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ കുറച്ചു, അപ്പോൾ എന്ത് സംഭവിക്കും? റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ കുറച്ചു, RBI റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അപ്പോൾ എക്കോണമിയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാവും? എക്കോണമിയിൽ പൈസ കൂടുമോ കുറയോ? നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. പൈസ കൂടുമോ കുറയോ? പൈസ കൂടുന്നു ചിലർ ചിന്തിക്കുന്നുണ്ടാവും, പൈസ കുറയുന്നു ചിന്തിക്കുന്നുണ്ടാവും. എനിക്കറിയാം ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഒന്നുമില്ല. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് RBIയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനല്ലേ? മനസ്സിലായോ? RBI നമ്മുടെ കയ്യിൽ എക്സസ് ഫണ്ട് വന്നു, ബാങ്കിന്റെ കയ്യിൽ എക്സസ് ഫണ്ട് വന്നു. സോ അത് RBIയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. മനസ്സിലായോ? അതിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. സോ അവർ പറയാണ്, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്, RBI പറഞ്ഞു നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? RBI ബാങ്കുകൾ അല്ല, RBI കുറച്ചു ഇൻട്രസ്റ്റ് റേറ്റ്, റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ബാങ്കുകൾക്ക് തോന്നുകയാണ്, ഞങ്ങളിപ്പോ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ ആ പൈസ കയ്യിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചു. മനസ്സിലായോ? ഞങ്ങൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല, കാരണം പൈസ അവന്മാർ കുറച്ചു, ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് അവന്മാർ കുറച്ചു. അപ്പോൾ നമ്മൾ അത് കയ്യിൽ തന്നെ വെക്കാൻ തുടങ്ങുന്നു. അത് വെറുതെ പോക്കറ്റിട്ട് വെക്കും അവര്? ഇല്ല, അതും ജനങ്ങളിലേക്ക് കൊടുക്കും. എന്നിട്ട് കൂടുതൽ പൈസ അവർ ജനങ്ങളുടെ നിന്ന് ഉണ്ടാക്കും. സോ അതും ഇമ്പാക്ട് ചെയ്യുന്നത് എന്തിലേക്കാണ്? എക്കോണമിയിൽ കൂടുതൽ പൈസ കിട്ടുന്നു. അപ്പോൾ റിവേഴ്സ് റിപ്പോ കുറച്ചു കഴിഞ്ഞാലും റിവേഴ്സ് റിപ്പോ കുറച്ചു കഴിഞ്ഞാലും അത് എക്കോണമിയിലേക്ക് കൂടുതൽ പൈസ എത്താനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് വരാനായിട്ട് കാരണമാകും. സോ ഇൻഫ്ലേഷൻ പീരീഡ്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം, മലയാളത്തിൽ പണപ്പെരുപ്പം. അതായത് സാധാരണ ആളുകളുടെ ഇടയിൽ ഒരുപാട് പണമുണ്ട്, അതാണല്ലോ ഇൻഫ്ലേഷൻ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇൻഫ്ലേഷന്റെ സമയത്ത് എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കൂട്ടുമോ കുറയ്ക്കുമോ? കാരണം സാധാരണ ആളുകളുടെ ഇടയിലും ബാങ്കുകളുടെ ഇടയിലും പണമുണ്ട്. സോ RBI റിപ്പോ റേറ്റ് ഉയർത്തും. അപ്പൊ എന്ത് സംഭവിക്കും? രണ്ട് റിപ്പോ റേറ്റുകൾ ഉയർത്തും എന്ന് വിചാരിച്ചു. അതായത് ലോൺ കൊടുക്കുന്നതിന്റെ റിപ്പോ റേറ്റ് ഉയർത്തി, അപ്പോ ബാങ്കുകൾ പൈസ വാങ്ങാതെയാവും. അപ്പോ ഇവിടുത്തെ മണി കുറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ആളുകളുടെ കയ്യിലുള്ള മണി കുറയും. അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റും ഇൻക്രീസ് ചെയ്തു. സോ റിവേഴ്സ് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സാധാരണക്കാരുടെ കയ്യിലുള്ള പൈസ മൊത്തം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ വരുമ്പോൾ RBI എന്ത് ചെയ്യും? റിപ്പോ റേറ്റുകൾ കൂട്ടും. കാരണം പൈസ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ്. പൈസ കൂടുതലുള്ളത് ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇൻഫ്ലേഷൻ കുറയ്ക്കുക. ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? RBI പയ്യെ എന്ത് ചെയ്യും? ഈ റിപ്പോ റേറ്റുകൾ കുറയ്ക്കും. മനസ്സിലായോ? ഈ റിപ്പോ റേറ്റുകൾ കുറയ്ക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ പത്രത്തിൽ കണ്ടു, ഏതാണ്? ഫസ്റ്റ് പേജിൽ ന്യൂസ് കണ്ടു, റിപ്പോ റേറ്റുകൾ കുറച്ചു. റിപ്പോ റേറ്റുകൾ കുറച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇൻഫ്ലേഷൻ എവിടെയൊക്കെയോ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ RBI ഇമാതിരി പണി കാണിക്കില്ല. RBIക്ക് പ്രത്യേകമായിട്ടുള്ള ടാർഗറ്റുകൾ ഉള്ളതാണ്. മനസ്സിലായോ? സോ RBI റേറ്റുകൾ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്, നല്ലൊരു സൂചനയാണ്. മനസ്സിലായോ? ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റിപ്പോ റേറ്റ് പഠിച്ചു, റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിച്ചു. എന്നാൽ ഈ രണ്ട് റേറ്റുകൾ മാത്രം വെച്ചിട്ടാണോ RBI കളിക്കുന്നത്? അല്ല, ഒരുപാട് റേറ്റുകൾ ഉണ്ട്. ഇപ്പോ റിപ്പോ റേറ്റിനെയും റിവേഴ്സ് റിപ്പോ റേറ്റിനെയും എക്കോണമിയിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്നാ പറയുന്നത്. അതൊക്കെ എക്കോണമി ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അല്ലെങ്കിൽ കൂടുതൽ വലിയൊരു ഡിസ്കഷൻ വരുമ്പോൾ ഞാൻ എന്തായാലും കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, അതിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, മാർജിനൽ ഫെസിലിറ്റീസ് റേറ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് റേറ്റുകൾ ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം രണ്ട് കാര്യങ്ങൾ തറവാക്കി പോകാം: റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇതുപോലെ നമ്മൾ എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന രണ്ട് റേറ്റുകൾ കൂടിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോയാണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. മനസ്സിലാവും? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ RBIയുടെ കീഴിൽ, ക്യാഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട
എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പൈസയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇപ്പോ ഇന്ന് എന്റെ ബാങ്കിലേക്ക്, ഞാനൊരു ബാങ്ക് ആണെന്ന് വിചാരിക്കുക, SBI ആണ് ഞാൻ, എന്റെ ബാങ്കിലേക്ക് ഒരു 10 കോടി രൂപ വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 10 കോടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് ഇത്ര ശതമാനം ഞാൻ ക്യാഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനാണ്? അതായത് പെട്ടെന്നൊരു ലിക്വിഡിറ്റി ക്രൈസിസ് വരാൻ പാടില്ല. അതായത് പെട്ടെന്നൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഒരു റിസർവ് നമ്മൾ കീപ്പ് ചെയ്യണം. അതാ മനസ്സിലായോ? അത് ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണം. എവിടെ കീപ്പ് ചെയ്യണം? RBIയുടെ അടുത്ത് കീപ്പ് ചെയ്യണം. ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പേരിൽ നിന്ന് പിടിക്കാൻ പറ്റും. മനസ്സിലായോ? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന പേരിൽ നിന്ന് നമുക്ക് ക്യാഷ് ആയിട്ടാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാകും. പക്ഷെ എവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മളുടെ പിള്ളേരുകൾ തെറ്റിക്കുന്നത്. എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടത്? അത് RBIയുടെ കീഴിലാണ് കീപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? സോ RBIയുടെ കീഴിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ്, അതായത് നമ്മളുടെ അകത്തേക്ക് വരുന്ന, ഒരു ദിവസം ബാങ്കിന്റെ അകത്തേക്ക് വരുന്ന നോർമൽ എമൗണ്ട്സ്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലാണ്ട് ബാക്കി വരുന്ന ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്ന ഡെപ്പോസിറ്റിനെയാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ നെറ്റ് ടൈം ആൻഡ് ടൈം ലയബിലിറ്റിയുടെ 4 to 6% ആണ് ജനറലി. അതായത് ഇന്ത്യയിലാണെങ്കിൽ അത് 4.2 4.8% അടുത്താണ് അത് ക്യാഷ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് മാത്രമല്ല, നമുക്ക് വേറെ ഡിഫറെന്റ് ഓപ്ഷനുകൾ തരുന്നതാണ്. അതെന്തൊക്കെയാണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ട് കീപ്പ് ചെയ്യാം, ഈവൻ ക്യാഷ് ആയിട്ട് പോലും കീപ്പ് ചെയ്യാം. ഇങ്ങനെ 3 ഡിഫറെന്റ് ലെവൽസിൽ, അതായത് നമ്മൾ ക്യാഷ് ആയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 4%. എന്നാൽ അത്രയും മാത്രം മാറ്റി വെച്ചാൽ പോരാ, പകരം ഒരു 18% അല്ലെങ്കിൽ 17-18% കൂടി ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അതായത് അതും എന്തെങ്കിലും ഒരു ക്രൈസിസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കണം, പെട്ടെന്ന് മാറ്റണം, ക്യാഷ് ആയിട്ട് മാറ്റി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ മൊത്തം ബാങ്ക് എടുത്ത് ലോൺ, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപയും ബാങ്ക് ലോൺ കൊടുക്കില്ല വേറൊരാൾക്ക്. 10 ലക്ഷം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു 20-24% അവര് റിസർവ് ആയിട്ട് മാറ്റിവെക്കും. കാരണം എന്താണ്? അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കേണ്ട മണിയാണ്. മനസ്സിലായോ? എന്നിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20% മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 8 ലക്ഷം മാത്രമേ സാധാരണ ജനങ്ങളിലേക്ക് ലോണായിട്ട് കൊടുക്കുകയുള്ളൂ. മനസ്സിലായോ? സോ ഈ റേഷ്യോയും തീരുമാനിക്കുന്നത് ആരാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കീഴിൽ മോഡിൽ ആരാണ്? RBI ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ്. സോ ഈ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പോൾ റിപ്പോ റേറ്റ് പറഞ്ഞു, റിവേഴ്സ് റിപ്പോ റേറ്റ് പറഞ്ഞു, ക്യാഷ് റിസർവ് റേഷ്യോ പറഞ്ഞു, അങ്ങനെ ഡിഫറെന്റ് റേഷ്യോസ് ഞാൻ പറഞ്ഞു. അതിനെല്ലാം പറയുന്നത് എന്താണ്? മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ്. ഈ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ആ പോളിസി നടത്തുന്നത് ആരാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി. അത് ആരുടെ കീഴിലാണ്? RBIയുടെ കീഴിലാണ്. സോ ഇതാണ് ഇതിന്റെ ഒരു ടൈം ലൈൻ. സോ നമ്മൾ ഇന്നലത്തെ ഒരു വാർത്ത എടുത്തു. എന്താണ് ആ വാർത്ത? റിപ്പോ റേറ്റുകൾ കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കുകയാണ്. മനസ്സിലായോ? ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചു? RBI ആണ്. അത് എങ്ങനെയാണ് കുറയ്ക്കുന്നത് നമ്മൾ പഠിച്ചു. ഇപ്പൊ മാർക്ക്, ഇത് ആരാണ് അധികാരം കൊടുത്തത്? RBI ആണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. മനസ്സിലായോ? അതിനുശേഷം മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റുകളെ കുറിച്ച് നമ്മളൊന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു. ഇത് മാത്രമല്ല, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ്, സ്ഥിരം പത്രത്തിൽ കേൾക്കുന്ന ഇൻസ്ട്രുമെന്റുകളെ കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇതെങ്ങനെ ഇൻഫ്ലേഷനെ ബാധിക്കും? നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് പേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാമത്തെയോ 10-ാമത്തെയോ പേജിലായിരിക്കും ബിസിനസ് പേജ് സാധാരണ. സോ ബിസിനസ് പേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു ന്യൂസ് ഉണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂക്കോ ബാങ്ക് എന്നിവര് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറച്ചു. എന്താ കാരണം? റിപ്പോ റേറ്റുകൾ കുറച്ചു. അപ്പോൾ അവർക്ക് കൂടുതൽ ലോൺ കിട്ടി. ആർക്ക്? ബാങ്കുകൾക്ക് ലോൺ കിട്ടി. ബാങ്കുകൾ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അതിന്റെ ഒരു എഫക്റ്റ് അവര് എക്കോണമിയിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, റിപ്പോ റേറ്റ് കുറച്ചു, ബാങ്കുകൾക്ക് കൂടുതൽ ലോൺ കിട്ടി, അത് എക്കോണമിയിലേക്ക് ആ മണി പമ്പ് ചെയ്യും. മനസ്സിലായോ? സോ അതിന്റെ ഒരു എഫക്റ്റ് ബിസിനസ് പേജിലേക്ക് നമുക്ക് കാണാം. മനസ്സിലായോ?
ബാങ്കുകൾ ഇനി റിപ്പോ റേറ്റുകൾ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കും. അപ്പോൾ സാധാരണക്കാർക്ക് ഇനി കൂടുതൽ ലോൺ എടുക്കാനായിട്ടും അവരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ വരാനായിട്ടും എക്കോണമി വളരാനായിട്ടും സാധിക്കും. അങ്ങനെയാണ് അവര് ഈ പോളിസീനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത്, എക്കോണമിയുടെ ഗ്രോത്ത് പ്രതിനിധാനം ചെയ്യുന്നത്. സോ ദ സെക്കൻഡ് ആർട്ടിക്കിൾ ഇൻ ദിസ് ന്യൂസ് പേപ്പർ ഈസ് റിലേറ്റഡ്, ഇതൊരു പ്രിലിം പെർസ്പെക്റ്റീവിലുള്ള ഒരു ഫാക്റ്റ് ആണ്. പ്രധാനമന്ത്രി രാജ്യത്തെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് എല്ലാവരും ഈ ന്യൂസ് സാധാരണയായിട്ട് വെറുതെ ഒന്ന് പത്രം ഒന്ന് ഓടിച്ചു നോക്കുന്ന ഒരാൾ പോലും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 2 മിനിറ്റ്സ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ പ്രധാനമന്ത്രി രാജ്യത്തെ 3 പ്രൊജക്റ്റുകൾ ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനാബ് ബ്രിഡ്ജ്, രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ പാലമാണ് അത്, മനസ്സിലായോ? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലമാണ് ഈ ചെനാബ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, മലയാള പത്രങ്ങളടക്കം ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ രണ്ടാമത്തെ ന്യൂസ്, അതായത് അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു പാലം കൂടി ഇനാഗ്രേറ്റ് ചെയ്തു. അത് അത്ര ആളുകൾ കേൾക്കുന്നില്ല. ഇറ്റ്സ് കോൾഡ് അഞ്ചിഗഡ് ബ്രിഡ്ജ്. അഞ്ചിഗഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിഗഡ് നദിയുടെ മുകളിലൂടെ പോകുന്ന ഒരു പാലമാണ്. അതായത് അത് നോർമൽ ആയിട്ട് ഒരു ബ്രിഡ്ജ് അല്ല. അതായത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എന്താണ് കേബിൾ ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് ടൈ ചെയ്തിരിക്കുന്ന ബ്രിഡ്ജാണ്, മനസ്സിലായോ? സോ ഒന്നാമത്തത് ചെനാബ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ആർക്ക് ബ്രിഡ്ജ് ആണെങ്കിൽ, അഞ്ചി ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ആണ്. അതായത് മനസ്സിലായോ? സാധാരണ താഴെ താഴെ ആർക്കിടെക്ചറിൽ തൂണുകൾ നാട്ടാൻ പറ്റാത്ത സ്ഥലത്താണ് ഈ കേബിൾ ബ്രിഡ്ജുകൾ പ്രഖ്യാപിക്കുന്നത്, കേബിൾ ബ്രിഡ്ജ് വെക്കുന്നത്, മനസ്സിലായോ? മുംബൈയിൽ ഒരു കേബിൾ ബ്രിഡ്ജ് ഉണ്ട്. മുംബൈയുടെ ഒരു ഐക്കോണിക് ഇമേജ് ആയിട്ട് മാറിയ ഒരു പിക്ചറാണ് മുംബൈയുടെ ഒരു കേബിൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? അതുപോലെ റെയിൽവേ പാസ് ചെയ്യാനായിട്ടുള്ള കേബിൾ ബ്രിഡ്ജ്, മനസ്സിലായോ? ഫസ്റ്റ് കേബിൾ ബ്രിഡ്ജ്, ആ കേബിൾ ബ്രിഡ്ജിലൂടെ റെയിൽവേ പാസ് ചെയ്യുന്നത് അഞ്ചിഗഡ് ബ്രിഡ്ജിലാണ്. സോ അഞ്ചിഗഡ് ബ്രിഡ്ജ് എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. അഞ്ചിഗഡ് ബ്രിഡ്ജ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്താണ്? അഞ്ചിഗഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഞ്ചിഗഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിവർ, അഞ്ചിഗഡ് റിവർ എന്ന് പറയും, മനസ്സിലായോ? അത് ചെനാബിന്റെ ഒരു കൈവഴിയാണ്, മനസ്സിലായോ? സോ ഇൻഡസിന്റെ ഒരു കൈവഴിയാണ്, ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ് എന്ത്? ചെനാബിന്റെ ഒരു കൈവഴിയാണ് അഞ്ചിഗഡ് റിവർ. സോ ഈ രണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ന്യൂസിന്റെ ഉദ്ദേശം. സോ ഇത് നമ്മളുടെ സ്ട്രാറ്റജിക് ലെവലിലും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്നലെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഈ പെഹൽഗാം അറ്റാക്കുമായി പ്രമാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതായത് അങ്ങനെ നിങ്ങൾ പെഹൽഗാം അറ്റാക്ക് ചെയ്ത് നമ്മളെ തോൽപ്പിക്കാനൊന്നും നോക്കണ്ട, നമ്മളുടെ മാവലസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. സോ നമ്മൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ രണ്ട് ബ്രിഡ്ജിന്റെ പ്രാധാന്യം എന്താണ്, എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ മനസ്സിലാക്കിയാൽ മതി. സോ ഇതൊരു കേബിൾ ബ്രിഡ്ജാണ്. അഞ്ചിഗഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ ബ്രിഡ്ജ് ആണ് എന്ന് മനസ്സിലാക്കുക. ചെനാബ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ബ്രിഡ്ജ് ആണ്. സോ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള, ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്തുള്ള ഒരു ആർക്ക് ബ്രിഡ്ജ് ആണ് ഈ ചെനാബ് ബ്രിഡ്ജ്. അഞ്ചിഗഡ് ബ്രിഡ്ജിലേക്ക് വരുമ്പോൾ അതൊരു കേബിൾ ബ്രിഡ്ജ് ആണ്. ഫസ്റ്റ് റെയിൽവേ ക്രോസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കേബിൾ ബ്രിഡ്ജിലേക്കൂടെ റെയിൽവേ ക്രോസിംഗ് നടത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ദ തേർഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു, ഇറ്റ്സ് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ. സോ ഇന്ത്യയുടെ വാട്ടർ കൺസർവേഷൻ പോളിസികളിൽ ചില ചേഞ്ചസുകൾ വരുത്തണം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ആണ് നമ്മളുടെ ഓപ്പൺ എഡിറ്റോറിയലുള്ളിലുള്ള വാട്ടർ കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. സോ ഈ ആർട്ടിക്കിൾ ഇപ്പൊ വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? അതായത് നമുക്കറിയാം വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 22 മനസ്സിലായോ? അപ്പൊ മാർച്ചിൽ വരേണ്ട ഒരു ആർട്ടിക്കിൾ ഇപ്പൊ വരാനായിട്ടുള്ള കാരണം എന്താണ്? ഇപ്പൊ പല റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ വർഷമാണ് ഇന്റർനാഷണൽ ഇയർ ഫോർ ഗ്ലേഷിയേഴ്സ്, മനസ്സിലായോ? യുണൈറ്റഡ് നേഷൻ പ്രത്യേകമായിട്ട് നമ്മളുടെ മഞ്ഞുമലകൾക്ക് വേണ്ടിയിട്ടാണ് 2025 എന്ന് പറയുന്ന വർഷം കൊടുത്തിരിക്കുന്നത്, മനസ്സിലായോ? ഈ ഇയർ പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ഗ്ലേഷ്യർ പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? സോ മാർച്ച് 21 ഇനി മുതൽ ഗ്ലേഷ്യർ ഒബ്സർവേഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കും, മനസ്സിലായോ?
സോ അതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസിലാണ്, സോ ഈ ഇയറിന്റെ ഇമ്പോർട്ടൻറ്റ് പേഴ്സ്പെക്റ്റീവിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആയിട്ട് നമ്മളുടെ ഹിന്ദു ദിനപത്രത്തിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് നമ്മളുടെ ഗ്ലേഷ്യർ പോളിസി അല്ലെങ്കിൽ വാട്ടർ പോളിസി വരുന്നത്. സോ ഈ ആം, ഈ ന്യൂസ് വരാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു. നമ്മളുടെ ആഹ് ഈ വർഷം നമ്മളുടെ UN പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ഗ്ലേഷ്യർ എന്ന് പറഞ്ഞൊരു ആഹ് രീതിയിലാണ് അത് ആഘോഷിക്കുന്നത്. ഈ വർഷം ആഘോഷിക്കുന്നത് ഗ്ലേഷ്യേഴ്സിന് വേണ്ടിയിട്ടാണ് പെർട്ടിക്കുലർലി സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഗ്ലേഷ്യേഴ്സ് എത്രത്തോളം നമ്മളുടെ എക്കോളജിക്ക് ആയിട്ടുള്ള ഫാക്റ്റിലും നമ്മളുടെ വേൾഡിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. സോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഗ്ലേഷ്യറുകളിലാണ്. മനസ്സിലായോ? ഫ്രഷ് വാട്ടർ റിസോഴ്സസ് ആണ് ഈ ഗ്ലേഷ്യർ. അതായത് UN വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2025 പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ഗ്ലേഷ്യറുകളെ അദ്ദേഹം ഈ വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ വിളിച്ചൊരു പേര് വാട്ടർ ടവറുകൾ എന്നാണ്. മനസ്സിലായോ? മൗണ്ടെയിൻസ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് ആർ ദ വാട്ടർ ടവേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് അവർ പ്രതിപാദിച്ചത്. സോ അത് ലോക ശ്രദ്ധ ആകർഷിച്ചു ആ സമയത്ത്. മനസ്സിലായോ? വാട്ടർ ടവറുകൾ, വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന വലിയ വലിയ ടവറുകളാണ് ഈ ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 2015 കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ, പാരീസിൽ വെച്ച് നടന്ന പാർട്ടീസിൽ ഇത് നമ്മളുടെ ചൂട് കൂടുതൽ കാരണം, അതായത് ഗ്ലോബൽ വാർമിംഗ് കാരണം ഗ്ലേഷ്യേഴ്സ് നശിക്കുന്നതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതൊക്കെ നമുക്കറിയാം. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ UN 2025 ഈ ഗ്ലേഷ്യേഴ്സിന്റെ വർഷമായിട്ട് ആഘോഷിക്കുന്നത്. സോ ഈ ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടേമാണ് ക്രയോസ്ഫിയർ. ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മഞ്ഞുമലകളും മഞ്ഞ് മൂടിക്കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും കൂട്ടിക്കഴിയുമ്പോഴാണ് ഈ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് മഞ്ഞുമലകൾ ഉണ്ടാവും, ശക്തമായ ഉറഞ്ഞിരിക്കുന്ന മഞ്ഞ് ഡെസേർട്ടുകൾ ഉണ്ടാവും, ഗ്ലേഷ്യേഴ്സ് ഉണ്ടാവും, ഐസ് ഷീറ്റുകൾ ഉണ്ടാവും, കടലിന്റെ പല ഭാഗത്തും കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഐസുകൾ ഉണ്ടാവും, പിന്നെ സാധാരണയായിട്ടുള്ള സ്നോ കവറുകൾ ഉണ്ടാവും, പിന്നെ പെർമാഫ്രോസ്റ്റ് ഉണ്ടാവും. പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മണ്ണിനടിയിൽ, അതായത് അന്റാർട്ടിക്ക പോലുള്ള റീജിയൻ അല്ലെങ്കിൽ അതിന് താഴെ നമ്മളുടെ ഈ ഗ്രീൻലാൻഡ് അങ്ങനെയുള്ള ഈ തണുത്ത പോളിനോട് അടുത്ത് കിടക്കുന്ന, സൗത്ത് പോളിനോടും നോർത്ത് പോളിനോടും അടുത്ത് കിടക്കുന്ന റീജിയന്റെ മണ്ണിന് താഴെ ആയിട്ട് ഒരു ലെയർ, അതായത് ദൈർഘ്യമുള്ള ഒരു ലെയർ മഞ്ഞ് കട്ടകൾ കൊണ്ട് മൂടിയിട്ടുണ്ടാവും. അത് മണ്ണിനടിയിലുള്ള മഞ്ഞ് കട്ടയെയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. പെർമാഫ്രോസ്റ്റ്, മനസ്സിലായോ? സോ അതിന് മീതെ മഞ്ഞുകട്ടകളായിരുന്നു ആദ്യം, അതിന് മീതെ മണ്ണ് വന്ന് മൂടി. മനസ്സിലായോ? അപ്പോൾ താഴെ ഇപ്പോഴും മഞ്ഞ് കട്ടകളുണ്ട്. അതിൽ ഒരുപാട് ബയോളജിക്കൽ ആയിട്ടുള്ള ലിവിങ് ബീങ്സ് ഇപ്പോഴും ഫ്രോസൺ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിനടിയിലെ വലിയ മഞ്ഞുകട്ടകളാണ്. ചെറിയ മഞ്ഞുകട്ടകളല്ല, വലിയ മഞ്ഞുകട്ടകൾ. മനസ്സിലായോ? അതിനടിയിലും ഇപ്പോഴും എന്തുണ്ട്? ബയോളജിക്കൽ, അതായത് അന്ന് ഫ്രോസൺ ആയി പോയി കഴിഞ്ഞാൽ, ഫ്രോസൺ ആയിരുന്ന കാലഘട്ടത്തിൽ അതിനകപ്പെട്ട് പോയ പല വൈറസുകൾ ഉണ്ട്. സോ ഈ പെർമാഫ്രോസ്റ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ നമ്മളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള വൈറസുകൾ അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ചില ബയോംസുകളെല്ലാം പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. സോ അത് നമ്മൾക്ക് ത്രെട്ടായിട്ട് മാറാം. മനസ്സിലായോ? സോ ഇതിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നമ്മളുടെ മുക്കിക്കളയാം എന്നുള്ളത് മാത്രമല്ല, എക്കോളജിക്കൽ ത്രെട്ട് ഉണ്ട്, നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ത്രെട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ത്രെട്ടുകൾ ഇത് നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും. മനസ്സിലായോ? സോ പെർമാഫ്രോസ്റ്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ടോപ്പിക്കിലേക്ക് പോകാം. സോ ഓഷ്യൻ പൊല്യൂഷന്റെ ഒരു പ്രശ്നങ്ങൾ എന്താണ്? മറൈൻ പൊല്യൂഷൻ ഉണ്ട്, കോസ്റ്റൽ ഹസാർഡ്സ് ഉണ്ട്, ടെമ്പറേച്ചറുകൾ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്, സീ ലെവൽസ് അത് കാരണം ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇത് എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്? ബയോഡൈവേഴ്സിറ്റി ലോസ് ആണ്. മനസ്സിലായോ? സോ ഒരു കണക്കുകൾ പറയുന്നത് നമ്മളുടെ 2100 ആയി കഴിയുമ്പോഴേക്കും, അതായത് ഒരു 50-55 വർഷം കഴിയുമ്പോഴേക്കും നമ്മളുടെ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങൾ ഗ്ലോബൽ വാർമിംഗ് കാരണം, സീ ലെവൽ റൈസിംഗ് കാരണം ഇല്ലാതായി പോകുന്ന പറയുന്നത്. മനസ്സിലായോ? സോ ഐലൻഡ് കൺട്രീസ് പെർട്ടിക്കുലർലി ഇത് ഫിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 2015 അവർ COP പറഞ്ഞത് ഞങ്ങൾക്ക് 1.5 ഡിഗ്രീസിൽ താഴെ ആയിരിക്കണം ഗ്ലോബൽ ടെമ്പറേച്ചർ നിലനിർത്തേണ്ടത് എന്ന് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ പറഞ്ഞത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക. ഈ നമ്മളുടെ UNFCCയുടെ ഒരു
ആനുവൽ മീറ്റിങ്ങിനെയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതെല്ലാം വരുന്ന ന്യൂസുകളിലൊക്കെ വരും. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാത്തത്. ഓക്കെ, സോ ഇനി നമ്മൾക്ക് പറയുന്നത് ഇവിടെ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ ഓതർ മുൻപോട്ട് വെച്ച ഒരു ആശയത്തെയാണ് സോഴ്സ് ടു സി. സോഴ്സ്, അതായത് നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ കൺസർവേഷൻ നടത്തുമ്പോൾ സീ ലെവൽസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കൺസർവേഷൻ, അല്ലെങ്കിൽ വെറ്റ് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കൺസർവേഷൻ, അല്ലെങ്കിൽ റിവർ ആൻഡ് അതർ വാട്ടർ റിസോഴ്സസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കൺസർവേഷൻ. സോ അങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് നമ്മളുടെ ലോസും നമ്മളുടെ കൺസർവേഷൻ ടെക്നിക്കുകളും കിടക്കുന്നത്. അത് വേണ്ട, പകരം സോഴ്സ് ടു സി അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2012 മുതൽ നമ്മളുടെ ന്യൂസുകളിലുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഫ്രാഗ്മെന്റഡ് ആയിട്ട് കരുതുന്നതിന് പകരം സോഴ്സ് ടു സി സിംഗിൾ പോയിന്റിൽ ഐഡന്റിഫൈ ചെയ്യുക. അതായത് മേഘങ്ങളിൽ നിന്ന് വെള്ളം വീഴുന്നത് മുതൽ വെള്ളം കടലിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ വാട്ടർ ബോഡീസിനെയും എല്ലാ വാട്ടർ പാത്തിനെയും സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. വിച്ച് മീൻസ് കടലിന് വേറെ, റിവേഴ്സിന് വേറെ, പുഴയ്ക്ക് വേറെ, ആറുകൾക്ക് വേറെ, അങ്ങനെ വെറ്റ്ലാൻഡ്സിന് വേറെ, അങ്ങനെ കൺസർവേഷൻ മെത്തേഡിന് പകരം വാട്ടർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സിംഗിൾ ടാക്ടിക്സിലൂടെ, അതായത് സോഴ്സ് ടു സി സിംഗിൾ ഫ്രാഗ്മെന്റഡ് ആകാതെ സിംഗിൾ ടാക്ടിക്കിലൂടെ കൺസർവേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സോഴ്സ് ടു സി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒരു ടാക്ടിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? സോ എർത്ത് ഈസ് എ യുണീക് സിസ്റ്റം. സോ ഒരു വാട്ടർ കണ്ടിന്യൂയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ടർ മേഘങ്ങളിൽ നിന്ന് വീണു കഴിഞ്ഞാൽ കടലിൽ എത്തുന്നത് വരെ ഒരു കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. ആ കണ്ടിന്യൂറ്റി എല്ലാം ഒറ്റ ഇതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സോഴ്സ് ടു സി അപ്രോച്ച് എന്ന് പറയുന്നത്. സോ മെയിൻസിൽ എഴുതുമ്പോൾ, മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ എഴുതുമ്പോൾ, നമ്മൾ വാട്ടർ മാനേജ്മെന്റ് പറയുമ്പോൾ സോഴ്സ് ടു സി അപ്രോച്ചിനെ നമ്മളൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമാർക്ക് കൂടുതൽ കിട്ടാം. മനസ്സിലായോ? ഇവൻ പഠിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു തോട്ട് എക്സാമിനറിന്റെ എക്സാം പേപ്പർ നോക്കുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമാർക്ക് കൂടുതൽ കിട്ടാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യാം. മനസ്സിലായോ? സോ സോഴ്സ് ടു സി അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി ഇന്ത്യയുടെ വാട്ടർ മാനേജ്മെന്റ് ചലഞ്ചസ് എന്താണെന്ന് നോക്കാം. സോ രണ്ടാമത്തെ പാരാഗ്രാഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ സബ് ഹെഡിങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഒരു സ്പേഷ്യൽ ഹെട്രോജനിറ്റി ഉണ്ട് വാട്ടറിന്റെ കാര്യത്തിൽ. ഡെഫിനറ്റ്ലി നമുക്ക് അറിയാവുന്നതാണ് സ്പേഷ്യൽ ഹെട്രോജനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസസ് ഉണ്ട്. അതായത് കേരളവും തമിഴ്നാടും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കേരളത്തിൽ ഒരുപാട് വാട്ടർ റിസോഴ്സസുകൾ ഉണ്ട്, 4 പുഴകളുണ്ട്, നദികളുണ്ട്, ആറുകളുണ്ട്, അങ്ങനെ. എന്നാൽ തമിഴ്നാട്ടിലേക്ക് പോയി കഴിയുമ്പോഴോ ഇതിന്റെ എണ്ണം കുറയുകയാണ്. തമിഴ്നാട് സോ സ്പേഷ്യൽസ്, അതായത് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇത് ഇന്റൻസീവ് ആയിട്ട് കൂടും. മനസ്സിലായോ? സോ വാട്ടർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, അൺഈക്വൽ ആക്സസ് ഉണ്ട് നമുക്ക് വാട്ടറിന് വേണ്ടിയിട്ട്. ചിലർക്ക് കൂടുതൽ ആക്സസ് കിട്ടുന്നു. കേരളം പോലുള്ള സ്ഥലത്ത് നമ്മൾ രാവിലെ പല്ല് തേക്കുമ്പോൾ വെള്ളം തുറന്നിട്ടുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ രാവിലെ അവർ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെക്കണം, എന്നിട്ടാണ് ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ അവർക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. മനസ്സിലായോ? സോ അൺഈക്വൽ ആക്സസ് ഉണ്ട്. പിന്നെ ഇൻക്രീസിങ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊല്യൂഷൻ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ വാർമിങ്ങുകൾ ഇൻക്രീസ് ചെയ്യുകയാണ്. കണ്ടാമിനേഷൻ, വാട്ടർ ബോഡീസിലെ കണ്ടാമിനേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇത് പ്രകാരം ക്ലൈമറ്റ് ചേഞ്ച് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇതെല്ലാം ഇന്ത്യയുടെ പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? സോ ഇവിടെ കുറച്ച് ഡാറ്റാസ് നമ്മൾ പറയുന്നുണ്ട്. ലൈക്ക് വേൾഡ് വാട്ടർ റിസോഴ്സസിന്റെ ഡാറ്റാസ് പറയുന്നുണ്ട്, UN ഡാറ്റാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. സോ മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതായത് നമ്മളുടെ അഗ്രികൾച്ചറിനെ ഒന്ന് എടുക്കാം. നമ്മളുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റേപ്പിൾ ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് രണ്ടും ഹൈലി വാട്ടർ ഓറിയന്റഡ് ആണ്. മനസ്സിലായോ? ഹൈലി വാട്ടർ യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ സിസ്റ്റമാണ് നമുക്കുള്ളത്. അതും എന്ത് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്? ഗ്രൗണ്ട് വാട്ടർ ആണ്. അതായത് ഈ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? സോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ അടിക്കുകയാണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ രാജസ്ഥാൻ പോലെ, അല്ലെങ്കിൽ പഞ്ചാബ്, ഹരിയാന റീജിയനിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഇറിഗേഷൻ ആണ് അവിടെ. മനസ്സിലായോ? കാരണം ഇലക്ട്രിസിറ്റിക്ക് പൈസ ഇല്ല.
അഗ്രികൾച്ചറൽ യൂസിന് ഇലക്ട്രിസിറ്റിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് അവർ ഗ്രൗണ്ട് വാട്ടർ അടിച്ച് വെറുതെ നനച്ച് എന്ത് ചെയ്യാണ്, ഓവർ സലൈനേഷൻ ഇൻക്രീസ് ചെയ്യാണ്, വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാണ്, വാട്ടർ ടേബിള് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായോ? സോ നമ്മളുടെ അഗ്രികൾച്ചർ വാട്ടർ ഇന്റൻസീവ് ആണ്. ഡ്രിങ്കിങ് വാട്ടറിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ 85% വാട്ടർ ഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. സോ കണ്ടാമിനേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ കൂടുതൽ ഉപയോഗം കാരണം എന്ത് സംഭവിക്കും? വാട്ടർ ടേബിൾ ഡിക്രീസ് ചെയ്യും. ഡ്രിങ്കിങ് വാട്ടറിന് വാട്ടർ ലഭിക്കാത്തൊരവസ്ഥ വരും. മനസ്സിലായോ? അതാണ് നമ്മളുടെ മേജർ കോസുകൾ. സോ നമ്മൾ അവസാന ഭാഗത്തിലേക്ക്, ഈ ആർട്ടിക്കിളിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് യൂസ് ചെയ്യണം. സോഴ്സ് ടു സി ഫ്രാഗ്മെന്റഡ് അപ്രോച്ച് മാറ്റിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് യൂസ് ചെയ്യണം. പൊളിറ്റിക്കൽ ജൂറിസ്ഡിക്ഷനുകൾ നമ്മൾ ഫിക്സ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നമ്മളുടെ ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോക്കൽ വില്ലേജസിന് വേണ്ടിയിട്ട്, അതായത് പ്രൈവറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡീസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ലോസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റേറ്റിനകത്തുള്ള റിവേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വാട്ടർ ബോഡികൾക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ചില ലോസ്, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ബോഡീസിനാണെങ്കിൽ പ്രത്യേക ലോസ്, അതായത് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് കൺട്രീസുമായി റിലേറ്റഡ് ചെയ്യുന്ന വാട്ടർ ബോഡീസ്, ഫോർ എക്സാമ്പിൾ ഗംഗ, യമുന, അതെല്ലാം ഇപ്പൊ ഗംഗയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ട് ഒഴുകുന്നതാണ്. ഇപ്പൊ ബ്രഹ്മപുത്രയാണെങ്കിൽ ഇന്ത്യ ചൈന റിലേറ്റഡ് ആയിട്ടാണ്. സോ അങ്ങനെയുള്ള നദികൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് വേറൊരു ലീഗാലിറ്റിയാണ് നമുക്കുള്ളത്. സോ ഇപ്പോൾ കാവേരി നദിയാണെങ്കിൽ അതൊരു വാട്ടർ ഡിസ്പ്യൂട്ട് ആണ്. ഇപ്പോൾ തമിഴ്നാട് ആൻഡ് കർണാടക ആൻഡ് കേരള ഉൾപ്പെടുന്ന ഒരു വാട്ടർ ഡിസ്പ്യൂട്ട് അവിടെയുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ലെജിസ്ലേഷൻസും ഡിഫറെന്റ് ലീഗൽ പ്രോസസ്സും ഡിഫറെന്റ് ജൂറിസ്ഡിക്ഷനുമാണ് നമ്മളുടെ നദികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസുകളുടെ കാര്യത്തിൽ. ഇതെല്ലാം മാറിയിട്ട് നമുക്കൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് വരണമെന്നാണ് അദ്ദേഹം രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ജൂറിസ്ഡിക്ഷനുകൾ നമ്മൾ ഈ ഫ്രാഗ്മെന്റഡ് ആയിട്ട് കിടക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസിന് പകരം ഒരു സിംഗിൾ എൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിൽ അതൊന്ന് ഇവോൾവ് ചെയ്യണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിലായോ? സോ ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ. സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 1945 രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മളുടെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ഇതെല്ലാം നടത്തുന്നത് ഈ സെൻട്രൽ പ്ലാനിങ് കമ്മീഷനാണ്, സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. മനസ്സിലായോ? സോ 1945 മുതൽ ഒരു ബോഡി ആയിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ വാട്ടർ ബോഡീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇതുമായി റിലേറ്റഡ് ആയിട്ട് എക്കോളജി ആൻഡ് എൻവിറോൺമെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. എന്താണ്? വാട്ടർ ആക്ട്, അതായത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1947. സോ ഈ ആക്ടിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രവർത്തിക്കുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഉത്തരവ് ഏത് ആക്ടിന്റെ കീഴിലാണ്? സെൻട്രൽ വാട്ടർ ആക്ടിന്റെ കീഴിലാണ്. അത് എന്നാണ് വന്നത്? 1974. മനസ്സിലായോ? സോ സെൻട്രൽ വാട്ടർ ആക്ട് 1974 കീഴിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മിക്കപ്പോഴും പ്രിലിംസിലും മറ്റുള്ള UPSCയുടെ എക്സാമിനേഷനിലും എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ വിച്ച് ആക്ട്. സോ അവിടെ ഡിഫറെന്റ് ആക്ട് തന്നിട്ടുണ്ടാവും. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1984, വാട്ടർ ആക്ട് 1974, എയർ ആക്ട് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ടാവും. സോ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് വരുന്ന, ഇത് അറിയാൻ പാടില്ലാത്ത ഒരാൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതായിരിക്കും? എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. കാരണം പൊല്യൂഷൻ അല്ലേ, പൊല്യൂഷൻ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് ചിലപ്പോൾ പോയിട്ട് കറുപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ അതല്ല, വാട്ടർ ആക്ട്, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 കീഴിലാണ് സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് ഇനാക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് മാത്രമല്ല, സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡുകളും ഈ ആക്ടിന്റെ കീഴിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? സോ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ഫാക്ട് കൂടി ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിസിൽ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ
തേർഡ് ആർട്ടിക്കിൾ വരുന്നത്. നമുക്ക് ഫോർത്ത് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ ദ ഫോർത്ത് ആർട്ടിക്കിൾ ഐ ചൂസ് ഈസ് റിലേറ്റഡ് ടു അനദർ ഓപ്പൺ എഡിറ്റോറിയൽ. സോ ഇന്ന് ജൂൺ 7 ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റി ഡേ ആണ്, മനസ്സിലായോ? സോ അതിന്റെ ബേസിസിൽ വന്നിരിക്കുന്ന ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് നമ്മളുടെ നാലാമത്തെ ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റിയുടെ ഒരു ഹിസ്റ്ററി എന്താണ്, ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് ഒരു മെയിൻ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്, മനസ്സിലായോ? സോ ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേഷനുകളുടെ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1954 നമ്മൾ ഒരു ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് കൊണ്ടുവന്നു. അതായത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ. ഫുഡ് അഡൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർക്കൽ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് 1954 കൊണ്ടുവന്നത്. സോ അത് ആ കാലഘട്ടങ്ങളിൽ അഡൾട്ടറേഷന് നമ്മൾ വലിയ മാനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് എത്ര രീതിയിൽ അത് അഡൾട്ടറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആസ്പെക്റ്റുകളെ അത് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മായം ചേർക്കൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം അത് ചുരുങ്ങിയിരുന്നു. സോ 1990 കാലഘട്ടമായപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈവറ്റൈസേഷൻ സംഭവിച്ചു, ലിബറലൈസേഷൻ സംഭവിച്ചു, ഗ്ലോബലൈസേഷൻ സംഭവിച്ചു. സോ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ടും മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിലേക്ക് വരാനായിട്ടും ഡിഫറെന്റ് ബ്രാൻഡുകൾ വരാനായിട്ടും തുടങ്ങി. സോ നമ്മളുടെ ഫുഡ് അഡൾട്ടറേഷൻ ആക്ടിന്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ടിന് ഒരു ചേഞ്ച് വരണമെന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം ഇപ്പോൾ പുറത്തുനിന്ന് ഒരു കമ്പനി ഇന്ത്യയിലേക്ക് ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ്, അതായത് ഇന്ത്യയിൽ വിറ്റഴിക്കാനായിട്ട് ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ എന്ത് സംഭവിക്കും? അവര് അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ നമുക്ക് നോക്കണമല്ലോ. അതായത് അതിൽ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള സംഭവങ്ങളുണ്ടോ, എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഉണ്ടോ, എന്തെങ്കിലും അഡിക്റ്റീവുകൾ ഉണ്ടോ, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. സോ അത് ഈ ഫുഡ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് അതൊരു റിസ്ട്രെയിൻ ആയിട്ട് ആക്ട് ചെയ്തു. സോ നമ്മൾ 2006 ഫുഡ് സേഫ്റ്റി അതോറിറ്റി, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ആക്ട് കൊണ്ടുവന്നു, മനസ്സിലായോ? സോ ഭക്ഷണത്തിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിനും പുതിയ പ്രൊഡക്റ്റുകൾ, ഫുഡ് പ്രൊഡക്ട്സുകൾ പുറത്തേക്ക് വരുമ്പോൾ, അതായത് മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് എൻഷുർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അതിന്റെ കീഴിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡി പ്രവർത്തിക്കുന്നത്. സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞൊരു ന്യൂസിൽ കണ്ടായിരുന്നു. എവിടെയായിരുന്നു? നമ്മുടെ മസ്റ്റാർഡ് ഓയിലിനെ കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മനസ്സിലായോ? സോ ആ ന്യൂസ് നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2006 വന്നൊരു അപ്പെക്സ് ബോഡിയാണ്. ഏത് ആക്ടിന്റെ കീഴിൽ? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന്റെ കീഴിൽ. അങ്ങനെയാണ് നമ്മളുടെ ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിന് കുറച്ചും കൂടി ഒരു മാനങ്ങൾ കൈവന്നത്, ഡൈവേഴ്സിറ്റി കൈവന്നത്. സോ 2020 ആയപ്പോഴേക്കും, അതായത് കറന്റ് സിറ്റുവേഷൻ ആയപ്പോഴേക്കും, നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് നമ്മളുടെ ഫുഡ് സേഫ്റ്റിയും സ്റ്റാൻഡേർഡ്സും അലൈൻ ചെയ്യാനായിട്ട് സാധിച്ചു, മനസ്സിലായോ? സോ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ്മോസ്റ്റ് ഒരു ഗുഡ് ലെവലിലാണ്. ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, പല കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. എന്നാലും ഏകദേശം ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ലെവലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ ഫിസായി വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധിക്കുന്നത്? മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു പെസ്റ്റിസൈഡ്സ്, ഒരു ഫുഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചോളം കൃഷി ചെയ്യുകയാണ്, അല്ലെങ്കിൽ വീറ്റ് കൃഷി ചെയ്യുകയാണ്. അപ്പോൾ വീറ്റ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വീറ്റ് കൃഷി ചെയ്യുന്നത്. സോ അത് കൺസ്യൂമബിൾ ലെവലിലേക്ക് ആകുമ്പോൾ, അതായത് വീറ്റ് വളർന്ന് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കൺസ്യൂമർ ലെവലിലായിട്ട് മാർക്കറ്റിൽ എത്തുമ്പോൾ വീറ്റിൽ ഉണ്ടാകേണ്ട ഒരു മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് ഉണ്ട്, അതായത് പെസ്റ്റിസൈഡിന്റെ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പിന്നീട് ഫുഡ് അഡിക്റ്റീവ്സ്, അതായത് ഡെയിലി ഇൻടേക്ക് വാല്യൂ, അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക്, ADI എന്ന് പറയും, അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക്. അതായത് ചില അഡിക്റ്റീവുകൾ ആഡ് ചെയ്യും, ചിലപ്പോൾ ഷുഗർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രിസർവേറ്റീവുകളായിട്ട് ഫുഡുകളിൽ, അതായത് മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഫുഡുകളിൽ ചില അഡിക്റ്റീവുകൾ ആഡ് ചെയ്യും, ചിലപ്പോൾ ലോങ്ങർ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള ഡിഫറെന്റ് ഫുഡ് അഡിക്റ്റീവുകൾ നമ്മൾ ആഡ് ചെയ്യും. സോ അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്ലാൻ, അതായത് ഡെയിലി ഈ അഡിക്റ്റീവുകൾ ഇൻടേക്ക് ചെയ്യുന്നതിന് ഒരു വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഫുഡ് സേഫ്റ്റി ആൻഡ്
സ്റ്റാൻഡർഡൈസേഷൻ അതോറിറ്റീസ് ഫിക്സ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാക്സിമം റെസിഡ്യുവൽ ആൻഡ് ഡെയിലി ഇൻടേക്ക് വാല്യൂ. മനസ്സിലായോ? അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് വാല്യൂ, ADI. ADIയും MRLും ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ഫിക്സ് ചെയ്തത്. മനസ്സിലായോ? സോ ഇതെല്ലാമാണ് നമ്മളുടെ റെഗുലേഷൻ പ്രോസസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ചലഞ്ചസ് എന്തൊക്കെയാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിലിംസ് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ചലഞ്ചസുകളെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചലഞ്ചസുകൾ എന്താണ് ഓതർ സ്പെസിഫൈ ചെയ്യുന്നത്? അതായത് ഇന്ത്യ നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നുവെങ്കിലും എന്താണ് പ്രശ്നം? ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോക്സിക്കോളജിക്കൽ ഡാറ്റയൊന്നും നമ്മളുടെ കയ്യിലില്ല. മനസ്സിലായോ? സോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, കാരണം ഇപ്പോൾ US ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പോളിസി ആയിരിക്കില്ല ചിലപ്പോൾ ഇന്ത്യക്ക് വേണ്ടത്. ഇവിടുത്തെ കൾച്ചർ വേറെയാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് വേറെയാണ്, ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡ്സ് വേറെയാണ്, ഇവിടെ ഒരു ഡയറ്ററി പ്ലാൻ തന്നെ വേറെയാണ്. മനസ്സിലായോ? സോ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറ്ററി അല്ലെങ്കിൽ ഒരു ടോക്സിക്കോളജിക്കൽ റിസർച്ച് നമുക്കില്ല. മനസ്സിലായോ? സോ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് കൂടുതൽ റിസർച്ച് നമുക്ക് വേണം. മനസ്സിലായോ? സോ പിന്നീട് പറയുന്ന ഒരു കാര്യം ടോട്ടൽ ഡയറ്റ് സ്റ്റഡിയാണ്. മനസ്സിലായോ? ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഡയറ്റുകളെ കുറിച്ച് മാത്രമല്ലാണ്ട് നമ്മൾ ടോട്ടൽ ആയിട്ട് ഒരു ഡയറ്റ് സ്റ്റഡി ഇന്ത്യ സ്പെസിഫിക്കിൽ നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡുകൾ എന്താണോ, അതായത് ഗ്ലോബൽ പ്രാക്ടീസസുകൾ എന്താണോ അതുമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസുകൾ, റിസർച്ച് സ്ട്രക്ചറുകൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടില്ല. അതൊരു ഇന്ത്യയുടെ പോരായ്മയാണ്. പിന്നീടുള്ള ഒരു പ്രശ്നം എന്താണ്? ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇന്ത്യക്കുള്ള പ്രശ്നം. ഇന്ത്യ ഫുഡ് സേഫ്റ്റിക്ക് ഒരുപാട് റെഗുലേഷനും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അഡിക്റ്റീവുകൾക്ക് ഇത്രയേ പാടുള്ളൂ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിന്റെ ഒരു മാക്സിമം റെസിഡ്യൂ ഇത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? അതായത് ഈ റിസ്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടോ? അതായത് ഫുഡ് സേഫ്റ്റി സാധാരണ ജനങ്ങളിലേക്ക് ഇത്രയൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു കാര്യം എത്തിയാൽ മാത്രമേ അവര് ഒരു പാക്കറ്റ് ഫുഡ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് വായിക്കുകയുള്ളൂ. മനസ്സിലായോ? സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിൽ നടക്കുന്നില്ല. സോ അത് നമുക്കൊരു ചലഞ്ചാണ്. പിന്നീട് നമ്മൾ ഗ്ലോബൽ പ്രാക്ടീസസ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ചില ഡൈലമാസ് അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ്? അതൊരു എക്സാമ്പിളിലൂടെയാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ഇതിന്റെ എക്സാമ്പിൾ സിംപ്ലി റിലേറ്റഡ് ടു നമ്മളുടെ ഈ അജീനോമോട്ടോ എന്ന് പറയുമല്ലോ. സോ അജീനോമോട്ടോ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് അഡിക്റ്റീവ് ഇൻടേക്കുകളിൽ ലിമിറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ് ലോകത്ത്. എന്നാൽ ഇന്ത്യയിൽ അതിന്റെ ഒരു ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചില പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അജിനോമോട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലുകളിൽ അത് പ്രദർശിപ്പിച്ചിരിക്കണം. കുട്ടികൾക്കും ഗർഭിണികളായിട്ടുള്ളവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള റെഗുലേഷനുകളൊന്നും വേൾഡ് സ്പെസിഫിക്കലി ഇല്ല. മനസ്സിലായോ? സോ അജിനോമോട്ടോ പണ്ട് മുതൽ എന്തോ ഒരു പ്രശ്നമാണെന്നുള്ളൊരു രീതിയിലാണ് ഇന്ത്യയിൽ കരുതിയിരിക്കുന്നത്. സോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഗ്ലോബലി ഇല്ല. ഗ്ലോബലി ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ട് വലിയ പ്രശ്നങ്ങളില്ല എന്ന് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത്. സോ അതിനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുകയാണ്. സോ ആവശ്യമില്ലാത്ത ചില റെഗുലേഷനുകൾ നമ്മൾ ഈ ചില പ്രതിസന്ധികൾ കാരണം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? എന്നാലും നമ്മൾ ഈ റിസ്ക് കമ്മ്യൂണിക്കേഷൻ, ആവശ്യമുള്ള റിസ്കിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുമൊന്നുമില്ല. നമ്മൾ ചില പെർട്ടിക്കുലർ റെഗുലേഷനുകൾ, ഇപ്പോൾ അജിനോമോട്ടോയുടെ കാര്യത്തിലുള്ള റെഗുലേഷൻ പോലെയുള്ള ചെറിയ റെഗുലേഷനുകൾ നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ. സോ ഇതിനെ എങ്ങനെ ടാക്ടിക് ചെയ്യാം എന്നാണ് അദ്ദേഹം ഇനി പറയുന്നത്. സോ നമ്മളുടെ റിസർച്ച് ഇംപ്ലിമെന്റേഷൻ കുറച്ചും കൂടി കൂടുതലാണ്. മനസ്സിലായോ? ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾ കുറച്ചും കൂടി കൂട്ടി നമ്മളുടെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടൈലേർഡ് അപ്രോച്ച് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് കപ്പാസിറ്റീസ് ബിൽഡ് ചെയ്യണം, റെഗുലർ റിവ്യൂസ് ചെയ്യണം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് എൻഗേജ്മെന്റുകൾ നമ്മൾ ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ റിസർച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇൻക്രീസ് ചെയ്യുകയും ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസിലേക്കുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നടക്കുകയും ചെയ്യുള്ളൂ. സോ പിന്നീടുള്ള കാര്യം റിസ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ 3 പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു. അതിനുള്ള സൊല്യൂഷൻസ് ആണ് അവസാന ഭാഗത്തിൽ പറയുന്നത്. സൊല്യൂഷൻ എന്തൊക്കെയാണ്? റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ മെസ്സേജുകൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അതായത് ഈ
നമ്മളൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ഇത്ര എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് അറിയും. പക്ഷെ അതിന്റെ ലിമിറ്റ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലൊന്നും അല്ല അതിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സാധാരണക്കാരന്, അതായത് ഒരു കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിന്റെ ഇപ്പോ മാക്സിമം റെസിഡ്യുവൽ ലിമിറ്റിന്റെയും ഇപ്പോ ഡെയിലി അഡിറ്റീവ് ഇൻടേക്കിന്റെ ലിമിറ്റിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചെയ്യണം. മനസ്സിലായോ? പിന്നെ ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളുടെ അജിനോമോട്ടോ ഉപയോഗിക്കുന്നതിനുള്ള പല കൺഫ്യൂഷനുകളും നിലനിൽക്കുന്നുണ്ട്. അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം വേണം. പിന്നെ കമ്മ്യൂണിക്കേഷനുകൾ ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് സേഫ്റ്റി കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമ്മളുടെ ഈ ഓതർ പറയുന്നത്. മനസ്സിലായോ? അതാണ് ഈ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്. മനസ്സിലായോ? സോ ഈ ഒരു 4 ന്യൂസുകളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ 4 ന്യൂസുകളിലും നിങ്ങൾ ഈ നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മളുടെ ഈ സ്ലൈഡ്സുകളുടെ PDF ഞാൻ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ ഓൺ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഞാൻ ഇന്ന് നമ്മൾ ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു വിത്തിൻ 1 hour നമ്മളുടെ ഗ്രൂപ്പുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു ഡെയിലി ന്യൂസ് സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.